സേവക്കും ഈസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന പിയൂൺ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്? ഓപ്ഷൻ സി ആണ് വരുന്നത്, ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? രണ്ടിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്? മൂന്നിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, പണ്ഡിത രമാഭായി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ. നാലിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസത്തിനും സ്വത്തിനുമുള്ള അവകാശം. താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? അഞ്ചിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം നടന്നത്. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയ ബോധം വളർത്തുക. മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് ചിന്താധാരകൾ ഉടലെടുത്തു. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടതാണ്. ഭരണഘടനാ ദിനം, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനാ ദിനം എന്നാണ് നവംബർ 26. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? 42ാം ഭരണഘടനാ ഭേദഗതി. ഏഴിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് എ ആണ് വരുന്നത്, രാജാറാം മോഹൻ റോയ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം. 9ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ചൗരി ചൗര സംഭവം. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? 10ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പാർലമെൻറ്റിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളത്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. 11ൻ്റെ ആൻസർ എ, ഓപ്ഷൻ എ ആണ്, 1925. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവാണ്. 13ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, അയ്യങ്കാളി. 14, വൈക്കം സത്യാഗ്രഹത്തിനുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനായി സവർണജാഥ നടത്തിയ നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. വരിക വരിക സഹചരെ സഹന സമര സമയമായി. ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? 15ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്. 16ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഉള്ളൊഴുക്ക്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്. 17ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ദിവ്യ ദേശ്മുഖ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണ്ണയിച്ച കമ്മീഷന്റെ തലവനാരാണ്? 18ൻ്റെ ആൻസർ വരുന്നത് സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? 19ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. 20ാമത്തെ ക്വസ്റ്റ്യൻ, പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര്. 20D, ഓപ്പറേഷൻ സിന്ദൂർ. 21, 2025 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം. 21ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇന്ത്യ. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം. 22ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? 23ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്നത് ഏതാണ്? 25, ഉത്തര മഹാസമുദ്രം. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? 26 ബി ആണ്, വടക്ക് കിഴക്കൻ മൺസൂൺ.
ഇന്ത്യയുടെ മാനക രേഖാംശം 27ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 82 ഡിഗ്രി 30 മിനിറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? 28ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഹൈദരാബാദിലാണ് സ്ഥാപിക്കപ്പെട്ടത്. 29 പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏത്? 29ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, നീലഗിരി കുന്നുകൾ. 30 യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? 30ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? 31ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, നെടുങ്കണ്ടം. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത്? 32ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, മാനാഞ്ചിറ തടാകം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? 33ൻ്റെ ആൻസർ വരുന്നത് എ ആണ്, വടക്ക് കിഴക്കൻ മൺസൂൺ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 34, ആൻസർ ഏതാണ് വരുന്നത്? ഡി, NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? 35ൻ്റെ ആൻസർ വരുന്നത് സി ആണ്, വയനാട്. തന്നിരിക്കുന്നവയിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ്? കബനി, ഭവാനി, പാമ്പാർ എന്നിവ കിഴക്കോട്ടാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് ഏതാണ്? പെരിയാർ. 36ൻ്റെ ആൻസർ ഡി. ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത്? 37ൻ്റെ ആൻസർ ബി, മലപ്പുറം. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചതാര്? 38ൻ്റെ ആൻസർ സി ആണ്, ജോൺ ജോസഫ് മർഫി. അടുത്തത് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത്? 40ൻ്റെ ആൻസറാണ് ഡി, ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏത്? 41ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? 42ൻ്റെ ആൻസർ വരുന്നത് എ, കണ്ണൂർ. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? 43ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, എറണാകുളം ജില്ലയിലാണ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേരെന്താണ്? 44ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, ഗഗൻയാൻ. ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? 45ൻ്റെ ആൻസർ വരുന്നത് എ ആണ്, സ്വാതി തിരുനാൾ മഹാരാജാവ്. 46 സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ? 46 സി ആണ്, 2ഉം 4ഉമാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഭിലായി, ബൊക്കാറോ. സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സഹായത്താൽ നിർമ്മിച്ചത് ഏതൊക്കെയാണ്? ഭിലായി, ബൊക്കാറോ. ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? 47ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 48ൻ്റെ ആൻസർ എ ആണ്, ഫുട്ബോൾ. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? 49ൻ്റെ ആൻസർ ഡി, മറിയ കൊറീന. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? 50ൻ്റെ ആൻസർ ഏതാണ്? CP രാധാകൃഷ്ണൻ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? 51ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, മോഹൻലാൽ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ. 2028 ഒളിമ്പിക്സ് വേദി? 52ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ലോസ് ഏഞ്ചൽസ്. തന്നിരിക്കുന്നവയിൽ ഹരിതഗ്രഹവാതകം ഏത്? 53ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, മീഥെയ്ൻ. ക്ഷീണിതനും വിളറിയ മുഖത്തോടു കൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താഴെ പറഞ്ഞതിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത്? 54ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഇരുമ്പടങ്ങിയ ഇലക്കറികൾ. പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി ഏത്? 55ൻ്റെ ആൻസർ വരുന്നത് എ, ജ്യോതിക, ഭാഗ്യലക്ഷ്മി. 56ാമത്തെ ക്വസ്റ്റ്യൻ, പ്രസ്താവന. ഇടത് വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ്. കാരണം ഇടത് വെൻട്രിക്കിൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു. 56ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ
പ്രസ്താവന തിരഞ്ഞെടുക്കുക. 57 ആൻസർ വരുന്നത് ബി ആണ്. പ്രസ്താവന 2, 3 ശരി. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക. വനസംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? 58ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് സി ആണ്, BR ഗവായ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത്? 59ൻ്റെ ആൻസർ ബി ആണ്, ആരോഗ്യം ആനന്ദം. ശരിയായ പ്രസ്താവന ഏത്? 60ൻ്റെ ആൻസർ ഡി ആണ്, കടൽ കാറ്റ് പകൽ സമയത്ത് വീശുന്നു. ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം 61 സി ആണ്. ഇവ രണ്ടും കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ്. കെലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബി ആണ്, സിങ്കിൻ്റെ അയിരാണ് കെലാമിൻ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് ഏത്? അക്കൗസ്റ്റിക്സ്. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. 65ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? 65ൻ്റെ ആൻസർ വരുന്നത് സി ആണ്, തമിഴ്നാട്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം? 66ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, വിഴിഞ്ഞം. 67 ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ? 67ൻ്റെ ആൻസർ ഡി ആണ് വരുന്നത്, ശൈലി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ശൈലി. താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ശരീരഭാരം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം. 68ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, എയ്ഡ്സ്. 69 താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക. 69ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, 2, 3 എന്നിവയാണ്. ആഗ്നേയഗ്രന്ഥി, ഇൻസുലിൻ, പൈനിയൽ ഗ്രന്ഥി, മെലാട്ടോണിൻ. 70ാമത്തെ ക്വസ്റ്റ്യൻ. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. 70ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2, 3 എന്നിവയാണ് ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. സർക്കാർ ആശുപത്രികളിൽ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. 71ൻ്റെ ആൻസർ വരുന്നത് സി ആണ്, വൈറ്റമിൻ B3, പെല്ലഗ്ര. 72 സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏത്? 72 ബി ആണ് വരുന്നത്, വയോ അമൃതം. എംഫിസീമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? 73 എ ആണ്, ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. 74 സ്നേഹക്കൂടി എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെട്ടവരെയാണ്? 74ൻ്റെ ആൻസർ വരുന്നത് സി ആണ്, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിക്കുന്നവർ. താഴെ പറയുന്നതിൽ വായു വഴി പകരാത്ത രോഗം കണ്ടെത്തുക. 75ൻ്റെ ആൻസർ വരുന്നത് എ ആണ്, പോളിയോ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന 1 ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലെയുള്ള വളർച്ചകളാണ് വില്ലസുകൾ. പ്രസ്താവന 2 വില്ലസുകൾ ജലം, ലവണം ഇവയുടെ ആഗീരണത്തിന് സഹായിക്കുന്നു. 76ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1 ശരിയാണ്, 2 തെറ്റാണ്. 77 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക. 77ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, 2, 4, 5 ശരി. ഏതൊക്കെയാണ്? മേരി ബ്രെൻകോ, സുസുമി കിറ്റഗാവ, ഫ്രെഡ് ഷിമോൺ സക്കാഗുച്ചി. ഏതൊക്കെയാണ് വരുന്നത്? 2, 4, 5. 2, 4, 5 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? മേരി ഇ ബ്രെൻകോവ്, ഫ്രെഡ് റാംവെൽ, ഷിമോൺ സക്കാഗുച്ചി. ഇസ്രയേൽ പലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏത്? 78ൻ്റെ ആൻസർ വരുന്നത് സി ആണ്. 78ൻ്റെ ആൻസർ വരുന്നത് എന്താണ്?
ഓപ്ഷൻ സി ഓപ്പറേഷൻ അജയ്. താഴെ പറയുന്ന പ്രസ്താവനകൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 79 ആൻസർ വരുന്നത് ഡി ആണ്. 1, 3 തെറ്റാണെന്നുള്ളതാണ് വരുന്നത്. വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ 15 ആയിരുന്നു. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ തപോമയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആരാണ്? 80 ആൻസർ വരുന്നത് എ ആണ്. ഇ സന്തോഷ് കുമാറിൻ്റെയാണ് തപോമയിയുടെ അച്ഛൻ. ഇനി മാത്സിൻ്റെ 20 ക്വസ്റ്റ്യൻസ് ആണ്. -6 + 5 ഡിവൈഡഡ് ബൈ -2 + 1. 81 ആൻസർ വരുന്നത് എ ആണ്. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ അര കിട്ടി. ഛേദത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/3 ആണ്. എങ്കിൽ സംഖ്യ ഏത്? 82ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. 3/8. 83 3/5 + 1/5 - 3/10 × 36/45 ഡിവൈഡ് ബൈ 16/5. 83ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. 1/8. 84 രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 216 ഉസാഗ 6 ലസാഗു എത്ര? 84ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 36. 85 വില കാണുക. അതിൻ്റെ ആൻസർ വരുന്നത് 85 സി. 86 ഒരു വ്യാപാരി ഒരു മേശ 800 രൂപയ്ക്ക് വാങ്ങി 960 രൂപയ്ക്ക് വിൽക്കുന്നു. ലാഭശതമാനം എത്ര? 86ൻ്റെ ആൻസർ വരുന്നത് ഡി 20%. 87 രണ്ട് സംഖ്യകളുടെ തുക 10ഉം ഗുണനഫലം 20ഉം ആയാൽ അവയുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര? 87ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1/2. 88 ദശാംശ രൂപത്തിൽ എഴുതുക. 88ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 89 ഒരു തൊഴിൽശാലയിൽ ജോലി ചെയ്യുന്ന 5 പേരുടെ ദിവസ വരുമാനം രൂപയിൽ താഴെ കൊടുത്തിരിക്കുന്നത്. ശരാശരി വരുമാനം എത്ര? 89ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. 400 ആണ് ശരാശരി വരുമാനം. 90 മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ ഒരു ട്രെയിനിൻ്റെ നീളം 250 മീറ്റർ. ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ ഇതിന് എത്ര സമയം വേണം? 90ൻ്റെ ആൻസർ വരുന്നത് സി ആണ്. 15 സെക്കൻഡ്. 91 3:72 ആണെങ്കിൽ 4: എന്ത് വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 91ൻ്റെ ആൻസർ എ ആണ്. 46. 92 30 + 4 - 20 ഡിവൈഡഡ് ബൈ 5 + 1 × 10. 92ൻ്റെ ആൻസർ എ 40. 93 5 7 8 10 12 14 17 19. അടുത്ത സംഖ്യ ഏതാണ്? 93 ഡി ആണ്. 23. 94 വ്യത്യസ്തമായത് ഏത്? ബി ആണ് വരുന്നത്. വൃത്തമാണ് വ്യത്യസ്തമായിട്ടുള്ളത്. 95 എ ഇസഡ് CX BY DW FUHS. 95ൻ്റെ ആൻസർ വരുന്നത് സി ആണ്. GTIR. 96 ഇവയിൽ കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഏത്? 96ൻ്റെ ആൻസർ വരുന്നത് എ ആണ്. 49. 97 തന്നിരിക്കുന്ന സംഖ്യകൾക്ക് പകരമായി അക്ഷരങ്ങൾ എഴുതി അർത്ഥവത്തായ വാക്ക് കണ്ടെത്തുക. 97 സി ആണ് വരുന്നത്. 3 9 18 3 12 5. 98 ശരണിൻ്റെ അമ്മയുടെ പ്രായം അവൻ്റെ പഠനത്തിൻ്റെ 4 മടങ്ങാണ്. 4 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പ്രായം ശരണിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങ്. അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം എത്ര? 98ൻ്റെ ആൻസർ വരുന്നത് സി ആണ്. 32. 1 3 5 7 9. അടുത്ത 99ൻ്റെ ആൻസർ വരുന്നത് എ ആണ്. 11. 100ൻ്റെ ആൻസർ ഡി 49. സബിത ഒരു വരിയിൽ മുമ്പിൽ നിന്ന് 25ാമതും പിറകിൽ നിന്നും 25ാമതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട്? 49 പേർ. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.